കുട്ടികളിലുള്ള എല്ലാ അപസ്മാരവും പേടിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കുക. ഏറ്റവും കോമൺ ആയി കാണുന്ന കുട്ടികളുടെ അപസ്മാരം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ കാണുന്ന പനീന്റെ ഫിറ്റ്സ് ആണ്, ഫെബ്രൈൽ സീഷർ എന്ന് പറയും. 5-6 വയസ്സ് വരെ ഉണ്ടാവുന്ന ഒരു നോർമൽ പ്രതിഭാസമാണ്. അത് കുട്ടികളുടെ ബ്രെയിൻ മെച്ചുറേഷൻ മാത്രം നടക്കുന്ന സമയത്ത്, അതിനിടയിൽ പെട്ടെന്നൊരു ടെമ്പറേച്ചർ കൂടുക അല്ലെങ്കിൽ കടുത്ത പനി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് അത് താങ്ങാൻ പറ്റാതെ വരികയും അത് കാരണം ഫിറ്റ്സ് ഉണ്ടാവുകയും ചെയ്യും. അതിൽ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സമയത്ത് കുട്ടിയെ ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക, വായിലുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി കൊടുക്കുക, ഉള്ളിലേക്കൊന്നും തെരപ്പി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ 5-6 വയസ്സ് വരെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ടല്ലോ. അത് ആർക്കാണ് കൂടുതൽ? ആൺകുട്ടിയാണെങ്കിൽ, അല്ലെ 1 വയസ്സിന് മുമ്പേ ഈ പനിയുടെ ഫിറ്റ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെ സിബ്ലിങ്സിൽ നമ്മുടെ ബ്രദേഴ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ പാരൻസിന് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്കിത് വീണ്ടും 5-6 വയസ്സിനുള്ളിൽ തന്നെ വീണ്ടും ഫിറ്റ്സ് വരാനുള്ള ചാൻസ് കൂടും. ഇനി 5-6 വയസ്സ് കഴിഞ്ഞാലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും EEG എടുത്ത് പരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ ഉള്ളിലേക്ക് പ്രൊലോങ് ആയിട്ടുള്ള ഫിറ്റ്സിന് സാധ്യത വളരെ കുറവുള്ളൊരു കണ്ടീഷനാണിത്. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വേറൊന്നാവാം. സാധാരണ പനിയുടെ ഫിറ്റ്സ് 5-6 വയസ്സിന് ശേഷം വരാറില്ല. ഈ സമയത്ത് പെട്ടെന്ന് ഓടിപ്പോയി ഇരുമ്പെടുത്ത് വരിക, അല്ലെ താക്കോലെടുത്ത് കയ്യിൽ വെച്ചെടുക്കുക, ഇതൊക്കെ ഒരു ശുദ്ധ മണ്ടത്തരാണ്. ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്യണ്ട. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ടെമ്പറേച്ചർ കുറക്കാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്.